ഹായ്, ദില്ലി മെൽവിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്നത്തെ പോലെ ട്രാവലിംഗ് വ്ളോഗോ അല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗോ ഒന്നുമല്ല. ഒരു യൂസ്ഡ് ഇന്നോവ കാർ വാങ്ങിക്കണം. അതായത് നമ്മുടെ ഒരു ചങ്ക് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ആളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കൊരു ഇന്നോവ കാർ വേണം, യൂസ്ഡ് ഇന്നോവ കാർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഡൽഹിയിൽ യൂസ്ഡ് കാറുകൾ എന്ന് പറയുമ്പോൾ വളരെ വില കുറച്ച് കിട്ടുന്നൊരു സ്ഥലമാണ്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡൽഹിയിൽ യൂസ്ഡ് കാർ വളരെ വില കുറച്ച് കിട്ടും. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇത് വാങ്ങാൻ പോകുന്നത് നമ്മുടെ കരോൾ ബാഗിൽ ഒരുപാട് യൂസ്ഡ് കാർ ഡീലേഴ്സ് ഉണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വ്യൂവേഴ്സിനും മനസ്സിലാവും ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് വണ്ടിയുടെ ഇലക്ട്രിക്കൽ പാർട്ട്, വണ്ടിയുടെ എൻജിൻ സൈഡ്, ബോഡി ലൈന്, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഹായ് ഗൈസ്, നമ്മളപ്പം കരോൾ ബാഗിൽ എത്തിയിരിക്കുകയാണ്. കരോൾ ബാഗിലെ വീര മോട്ടോഴ്സ്, ഇവിടെയാണ് ഞാൻ 2013 മോഡൽ ഇന്നോവ ഞാൻ സംസാരിച്ച് വെച്ചിരിക്കുന്നത്. വണ്ടി വരാൻ ഒരു 2-3 മിനിറ്റ് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അതിനിടയിൽ തന്നെ അവരുടെ ബാക്കി വണ്ടികളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അശ്വിനിയാണ്, ഈ വീര മോട്ടോഴ്സിൻ്റെ ഓണറാണ്. പുള്ളി നമ്മൾ വണ്ടിയെക്കുറിച്ച് നമ്മളോടൊന്ന് സംസാരിക്കും. ഇതേ थोड़ा गाड़ी के बारे में आप बता दीजिए, कौन कौन सा गाड़ी है आपके पास? ഓക്കെ, 2009 മോഡൽ ഹോണ്ട സിറ്റി ആണ്. ഫസ്റ്റ് ഓണർ. ഓക്കെ, ഓണർ സീരിയൽ നമ്പർ ഇതിന്റെ 1 ആണ്. കിത്ര കിലോമീറ്റർ ചൽ ചുക്കി? 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 230. 2,30,000 രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. അതുകൂടാതെ വേറെ നമുക്ക് റിറ്റ്സ് ഉണ്ട്. ഡീസൽ വണ്ടിയാണ് റിറ്റ്സ്. 2013 മോഡൽ റിറ്റ്സ് ആണിത്. VDI. ഇത് ഫസ്റ്റ് ഓണർ. ഇതും ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. ഇത്ര കിലോമീറ്റർ ചൽ ചുക്കി ഗാഡി? 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഇതിന് ആസ്കിംഗ് പ്രൈസ് 2,60,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. പക്ഷേ ഈ ഗാഡി അगर കേരള ले जाना है तो इसमें NOC वगैरह प्रोवाइड कर सकते हैं? NOC दे सकते हैं. നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് കേരളത്തിലേക്ക്, ഇവിടുന്ന് ഏത് വണ്ടി വാങ്ങിച്ചാലും കേരളത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ NOC ഇവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ उसके लिए कितना पैसा आप चार्ज करते हैं? 3,000 രൂപയാണ് NOC നമുക്ക് ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതിനുള്ള ചാർജ്. आप लोन भी अरेंज करके देते हैं क्या भैया? लोन ഇവിടെ ലോണിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും ലോണിൻ്റെ ഫെസിലിറ്റി അവർ തൽക്കാലം കൊടുക്കുന്നില്ല. ഡ്യൂ ടു ഈ കൊറോണ സീസണൊക്കെ ആയത് കാരണം ലോൺ ഫെസിലിറ്റി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അതുകൂടാതെ പുള്ളിയെടുത്ത വേറെ വണ്ടി ഉള്ളത് ഡിസയർ ആണ്. ഡിസയറും ഡീസലാണ്. ടോപ്പ് വേർഷൻ ആണ്. ZDI 2011 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഈ കിतना കിലോമീറ്റർ ചൽ ചുക്കി? 70,000 കിലോമീറ്റർ. വെറും 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ടോപ്പ് വേരിയന്റ്. ആസ്കിംഗ് പ്രൈസ് 270. 2,70,000 രൂപയ്ക്ക് ഡീസൽ വണ്ടിയാണ് കിട്ടുന്നത്. 2011 മോഡൽ. ഓക്കെ, ഗാഡി ഇപ്പം ദിക്കാമോ? 2011 മോഡലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ക്ലീൻ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ZDI ടോപ്പ് വേരിയന്റ്. അതുകൂടാതെ ഡസ്റ്ററും ഉണ്ട് ഇവിടെ. 85 bhp ഡസ്റ്റർ ആണിത്. 2013 മോഡൽ. इसका आस्किंग प्राइस क्या है? 375. 3,75,000 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. ये सबके लिए NOC मिल जाएगा ना? हाँ, जो गाड़ी ये गाड़ी में NOC भी मिल जाएगा. ओके, 2014 मॉडल i10 ग्रांड. 2014 मॉडल i10 ആണ്. इसका आस्किंग प्राइस क्या है? 340. 3,40,000 രൂപയാണ് ചോദിക്കുന്നത്. और इसका किलोमीटर कितना चल चुका है? 38. വെറും 38,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഡീസൽ ഗാഡിയാണ്. ഡീസൽ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ, അതുകൂടാതെ വേറൊരു ഡസ്റ്റർ കൂടിയുണ്ട്. 2014 മോഡൽ. 2014 മോഡൽ ഡസ്റ്റർ. 2014 മോഡൽ. 4,50,000 ആണ് ഇതിന് ചോദിക്കുന്നത്. കിലോമീറ്റർ ക്യാ ഇസ്കാ? 70,000 കിലോമീറ്റർ ഓടിയത്. ഓൺ റെക്കോർഡ് 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ ബി ഫസ്റ്റ് ഓണറേ? ഓക്കെ, ഇവിടെയുള്ള ഇവർ സെയിൽ ചെയ്യുന്ന എല്ലാ വണ്ടികളും ഫസ്റ്റ് ഓണർ വണ്ടിയായിരിക്കും. സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ എന്നൊന്നും ഇവർ കച്ചവടം ചെയ്യുന്നില്ലെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ബാക്കി നമുക്ക് നമ്മുടെ ഇന്നോവ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റ് എടുക്കും നമ്മുടെ ഇന്നോവ വരാം. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വണ്ടി എങ്ങനെയുണ്ട്. ഓക്കെ.
നമ്മൾ നോക്കി വെച്ചിരുന്ന ഇന്നോവ നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. ഇത് 2013 ടോപ്പ് വേരിയന്റ് ആണ് വണ്ടി. 78,000 കിലോമീറ്റർ, 78,636 കിലോമീറ്ററോളം, 79 നമുക്ക് കൂട്ടാം, 79,000 കിലോമീറ്ററോളം ഓടിയ വണ്ടിയാണ്, ഓൺ റെക്കോർഡ്. അപ്പം ഞാനിത് ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ടാണെങ്കിൽ ഓടിക്കാനൊക്കെ വളരെ നല്ല കംഫർട്ടബിൾ ആണ് സാധനം. പിന്നെ ചെറുതായിട്ടൊരു ബോഡി നോയ്സ് വരുന്നുണ്ട് വണ്ടിക്ക്. ബോഡി നോയ്സ് ഒക്കെ അത് സാരമില്ല, ഡൽഹി വെച്ച് നോക്കുമ്പം കുറച്ച് കുറഞ്ഞ ചിലവിൽ നമുക്ക് ബോഡി നോയ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഡൽഹിയിൽ അതിനുള്ള സെറ്റപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുമ്പോൾ, ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ച് സുജിത്തെ. ഇൻറ്റീരിയറിൽ ഫ്രണ്ട് പോർഷൻ, അതായത് ഈ കൺസോളും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ സീറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഒരു കീറിയ സീറ്റ്സ് ഒക്കെയാണ്. അതും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ സൈഡ്, അതായത് ഇതിന് ബാക്ക് കംപ്രഷൻ ഉണ്ടോ, എന്തെങ്കിലും ഇതിന് പുക എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ വണ്ടി നമ്മൾ മീറ്റർ കൺസോൾ ഒന്ന് കാണിച്ചിട്ട്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിലിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇതിൽ യാതൊരുവിധ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ്, എൻജിൻ ഹുഡ് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു, ഫസ്റ്റ് ഓടിച്ച് നോക്കിയപ്പോൾ നമുക്ക് വണ്ടി ക്ലീനായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൂടാതെ ഇപ്പം നമ്മളിതിൻ്റെ ബാക്ക് കംപ്രഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ബാക്ക് കംപ്രഷൻ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഈ എൻജിൻ ഓയിൽ ഒഴിക്കുന്ന ഈ അടപ്പ് ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ വണ്ടിക്ക് റേസ് കൊടുക്കുക. ഇതിൻ്റെ ഒന്ന് റേസ് ചെയ്തേ, ഒരു 3000 തൊട്ടൊരു 4000 RPM വണ്ടി റേസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് നമുക്ക് എൻജിൻ ഓയിൽ തെറിക്കാൻ പാടില്ല വെളിയിലേക്ക്. റേസ് ചെയ്തേ, ഇതുകൊണ്ടോ നിങ്ങൾ കാണുന്നുണ്ട്, ഇതിനകത്ത് ഈ ഓയിൽ ബാക്ക് കംപ്രസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ഉടനെ പണി വരുന്നതെന്നാണ് ഇതിനർത്ഥം. അതായത് ഇതിൻ്റെ റിങ്സും കാര്യങ്ങളും ഒക്കെ പിസ്റ്റനൊക്കെ മാറാൻ സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് വേറെ വണ്ടി നമുക്ക് നോക്കാം. ടൊയോട്ടയുടെ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അറിയാം. പ്രത്യേകിച്ച് ഇന്നോവയുടെ കാര്യത്തിൽ, ഇന്നോവ ഒരു 3 ലക്ഷം 3-3.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ പോലും അതിന് വലിയ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ടൊയോട്ടയുടെ വണ്ടി അത്രയ്ക്ക് എൻജിൻ സൈഡാണെങ്കിലും ബോഡി സൈഡാണെങ്കിലും എല്ലാം വളരെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ടൊയോട്ട, പ്രത്യേകിച്ച് ഇന്നോവ. അപ്പം നമ്മൾ ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു. വണ്ടി ഓടിക്കാനും അത്യാവശ്യം സുഖമുണ്ട്, അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് വണ്ടി. ഒൺലി തിങ്, ബാക്ക് കംപ്രഷൻ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും എൻജിൻ ഓയിൽ വെളിയിലേക്ക് തെറിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 3000-4000 കിലോമീറ്ററിനുള്ളിൽ തന്നെ എൻജിൻ പണിയാനുള്ള അവസ്ഥയാവും. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു വണ്ടി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ 2013 മോഡൽ ഇന്നോവ നമ്മൾ നോക്കാൻ വന്ന ഇന്നോവ, ആദ്യത്തെ ഇന്നോവ നമ്മൾ സെലക്ട് ചെയ്തില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ വണ്ടി 2013 മോഡൽ സെയിം നമുക്ക് വന്നിട്ടുണ്ട്, വണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നമുക്ക് ആ വണ്ടി ഒന്ന് കാണാം. ഇത് ഏത് മോഡലാണ്? 2013 ഏത് വേരിയൻ്റാ? 2013 2.5G ആണ് വണ്ടി. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിനൊക്കെ നമുക്കൊന്ന് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. അതുപോലെ തന്നെ എൻജിൻ സൈഡും ബോഡി ലൈനും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇൻറ്റീരിയർ വൈസൊക്കെ വണ്ടി ക്ലീൻ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇൻറ്റീരിയർ വൈസ്. അപ്പം സീറ്റ്സൊക്കെ നല്ല പുതിയതുപോലാണ് ഇരിക്കുന്നത്. ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചേക്കായിരിക്കും അവർ. എന്നാലും വണ്ടി ക്ലീൻ ആണ്. ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ നമുക്ക് വണ്ടി ക്ലീൻ ഫീൽ കിട്ടുന്നുണ്ട് ഇതിന്. അതുകൂടാതെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ സൈഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി. കൂളായിട്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കാണാം, ഇതിനകത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം ഒരു 800-900 RPM വണ്ടി സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 1,27,000 കിലോമീറ്റർ ഓടിയതാണ് വണ്ടി. 1,27,000 ഒന്നും ടൊയോട്ടയെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഇന്നോവ കൂളായിട്ട് ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഇന്നോവ നമ്മൾ ട്രൈ ചെയ്യുകയാണ്, ഓടിച്ച് നോക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് അങ്ങനെ കാര്യമായിട്ട് പ്രോബ്ലംസ് ഒന്നും തോന്നുന്നില്ല. നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ, നല്ല കംഫർട്ടബിളാണ്.
ഇത് 2.5G ആണ് വണ്ടി. 1,27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ക്ലീൻ ആണ്. ഇനി ഓൺലി തിങ് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ എൻജിൻ വല്ല ബാക്ക് കംപ്രഷൻ ഉണ്ടോ, പിന്നെ എന്തെങ്കിലും സ്മോക്ക് വല്ലതും വരുന്നുണ്ടോ എക്സോസ്റ്റിൽ നിന്ന്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്കിപ്പം വണ്ടി ഇവിടെ മുന്നിൽ നിർത്തിയിട്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയും ചെക്ക് ചെയ്തു. ഇതിലും സെയിം പ്രോബ്ലമാണ്, ബാക്ക് കംപ്രഷൻ ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയും നമ്മൾ റിജക്റ്റഡ്. ഗൈസ്, അപ്പോൾ നമ്മൾ വീര മോട്ടോഴ്സിൽ വണ്ടി നോക്കി, അവിടെ നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ബോറ കാർസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡീലറിൻ്റെ അടുത്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബോറ കാർ. ഇവിടെ നമ്മളൊരു 2012 മോഡൽ ഡിസംബർ മോഡൽ വണ്ടി നമ്മൾ കണ്ടു. ആ വണ്ടി നമ്മൾ ഇതുപോലെ ബാക്ക് കംപ്രഷൻ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഈ വണ്ടിയിൽ നമ്മൾ ബാക്ക് കംപ്രഷൻ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ബാക്ക് കംപ്രഷൻ ഓക്കെയാണ്. ഇതിൽ അങ്ങനെ ഓയിലൊന്നും തെറിക്കുന്നില്ല. ഈ വണ്ടി നമ്മൾ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കും ഇത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടറിയാം, ഇതിൻ്റെ ഫ്രണ്ട് ക്രൗണും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണോ, ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ക്രൗണെല്ലാം കറക്റ്റാണ്, ഒരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും നമുക്കത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു ഡോക്ടർ ഡ്രിവൺ വണ്ടിയാണിത്. വളരെ ക്ലീൻ ഇൻറ്റീരിയറും കാര്യങ്ങളുമാണ്. ഇതിൻ്റെയും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൽ വാർണിംഗ് ലൈറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഏകദേശം 85 कितना किलोमीटर चल चुकी है भैया ये गाड़ी? 85 ഓൺ റെക്കോർഡ് है ना? ഓൺ റെക്കോർഡ്. 85,000 കിലോമീറ്ററോളം ഓടിയ വണ്ടിയാണിത്. വളരെ ക്ലീൻ വണ്ടിയാണ്. ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കൂടെ എടുത്തിട്ട് നമുക്ക് നോക്കാം ഫൈനലി ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ വണ്ടിയാണിത്. നമ്മൾ ട്രൈ ചെയ്ത മൂന്നാമത്തെ വണ്ടിയാണ് ഇത്. 2012 മോഡല് 2.5G വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, സൂപ്പർ സാധനം. ക്ലച്ച് ആണെങ്കിലും വളരെ സ്മൂത്താണ്. യാതൊരു കംപ്ലൈൻറ്റ് ഇതിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 2012 ഡിസംബറാണ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 85,345, 85,500 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ ഒറിജിനൽ റെക്കോർഡ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വീര മോട്ടോഴ്സിൽ നിന്ന് നമ്മൾ വണ്ടി കൺഫേം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് വണ്ടി. 2012 ഡിസംബർ രജിസ്ട്രേഷനാണ് വണ്ടി. ഡോക്ടർ ഡ്രിവൺ ആണ്. ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ എടുക്കും, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഗൈസ്, അപ്പം നമ്മൾ വണ്ടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തോ ആഹാരം കഴിക്കാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും ഫുഡ് അടിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ആര്യഭവൻ. ഹോട്ടൽ ആര്യാസിൽ എത്തിയിരിക്കുകയാണ്. വിശന്നൊരു പരുവായി എത്തിയിരിക്കുകയാണ്. രാവിലെ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 3:45 ആയിരിക്കുകയാണ്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഓരോ മസാല ദോശ ഓരോ പ്ലേറ്റ് വട അല്ലേ, അതല്ലേ ഓർഡർ ചെയ്ത്, അത് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് വരട്ടെ, അത് അടിച്ചിട്ടുള്ള പരിപാടികൾ. ഇനി ആന്ധ്രയിൽ നിന്നാണ് ഇവിടുത്തെ സെർവ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, എവിടെ ചെന്നാലും നമ്മുടെ മലയാളികളുണ്ടാവുമല്ലോ. മലയാളികൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് എവിടെ ചെന്നാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് കരോൾ ബാഗിൽ അത് വണ്ടിയുടെ സംബന്ധമായിട്ടുള്ള, അതായത് യൂസ്ഡ് കാറുകളുടെ ബൈക്കുകളുടെ പർച്ചേസോ അല്ലെങ്കിൽ എന്ത് കാര്യമായിട്ട് കരോൾ ബാഗിൽ എത്തിയാലും ഇവിടെ ഈ ആര്യാസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ അക്കോമഡേഷനും ഉണ്ട്. ഇതിന് മുകളിൽ തന്നെ അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സുഖമായിട്ട് ഇവിടെ വണ്ടിയും കാര്യങ്ങളും എല്ലാം ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. കാറ്, ഡൽഹി സാക്സിങ്ങിനുള്ള കാറും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാൻ പറ്റും. ഞാൻ ആര്യാസിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിന് നമ്മുടെ വട സാമ്പാർ എത്തിയിട്ടുണ്ട്. അത് നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ സാമ്പാറാണ്.
അടിപൊളി. അങ്ങനെയുണ്ട്? സൂപ്പർ. ഇപ്പം ഇവിടെ കരോൾ ബാഗിൽ വരുന്ന മലയാളികൾക്കെല്ലാം സുഖമായിട്ട് ഇവിടെ വന്ന് താമസിക്കാം. അടിപൊളി അക്കോമഡേഷനാണ്. അതുപോലെ തന്നെ ഫുഡും വളരെ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഡൽഹിയിൽ വന്ന്. സ്വീറ്റ് പൊങ്കൽ, വട, സാമ്പാറുണ്ട്, പിന്നെ ടൊമാറ്റോ ചട്നി, പിന്നെ നമ്മുടെ കോക്കനട്ട് ചട്നി. എങ്ങനെയുണ്ട് മൊത്തം? ഇത് കഴിച്ചു നോക്കിയായിരുന്നു? ഒന്ന് കഴിച്ചു നോക്കിയാൽ എന്നിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞേ. പൊങ്കൽ അല്ലേ? സ്വീറ്റ് പൊങ്കൽ. സ്വീറ്റ് പൊങ്കൽ. ഓക്കെ. ഹലോ നമസ്തേ ഫ്രണ്ട്സ്. അപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തത് ഓരോരോ മസാല ദോശയും ഓരോ പ്ലേറ്റ് വടയുമായിരുന്നു. അപ്പം വട കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് സ്വീറ്റ്സ് പൊങ്കൽ കൊണ്ട് തന്നു. അതുകൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വയറ് നിറഞ്ഞു. മസാല ദോശ ക്യാൻസൽ ചെയ്തു അല്ലേ? ഇനിയിപ്പോൾ ഒന്നും കഴിക്കാൻ വയ്യ. ഇനി ഒരു ഫിൽറ്റർ കോഫി അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമുക്ക് വണ്ടി ഫൈനൽ ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഇറങ്ങുക ഇവിടുന്ന്. ഓക്കെ. ഇപ്പോൾ ആര്യഭവനിൽ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു. വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. ഇതാണ് ഇവിടുത്തെ സ്റ്റാഫ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സെർവിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ പേരെങ്ങനെ? പ്രഭാകർ. ഓക്കെ. അത് आपका नाम क्या है ब्रदर? राजधन. प्रकाश राजधन. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മൾ കരോൾ ബാഗിൽ വണ്ടിയെല്ലാം കണ്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നാളെ നമ്മൾ വണ്ടി എടുക്കാൻ പോകും. അപ്പോൾ വണ്ടിയുടെ യഥാർത്ഥ ഓണർ ഇപ്പം നാട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ പുള്ളിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മുടെ ഇന്നോവയുടെ ഓണർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നാട്ടിൽ നിന്ന് നമ്മുടെ ഈ വണ്ടി കൊണ്ടുപോകുന്ന ആളിതാണ് അരുൺ. നമ്മുടെ സുഹൃത്താണ്. കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് നാട്ടിൽ. ഇവിടെ വണ്ടി ഓടിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ എന്താ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? നാളെ രാവിലെ ഇവിടുന്ന് നാട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ് ഈ കാറ്. ഗൈസ്, അപ്പോൾ നമ്മൾ 2012 മോഡൽ ഇന്നോവ നമ്മൾ അതിൻ്റെ ഡെലിവറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ട്രയൽ ഇതൊന്ന് ഓടിച്ച് നോക്കണം. ഇതിൻ്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതിൻ്റെ എന്തൊക്കെയാണോ കുറവുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ബാക്കി നമ്മൾ ഈ വണ്ടി ഡെലിവറി എടുത്തത് കരോൾ ബാഗിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓറ കാർസ് കണ്ടില്ലേ? ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും നാട്ടിൽ നിന്ന് ഒക്കെ ഇവിടെ വന്ന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. നല്ല ഡിസ്काउंट തരും പുള്ളി. ഇതാണ് ഓറ കാറിൻ്റെ ഓണർ. भैया आप इस हमारा ब्लॉग के थ्रू अगर कोई आ गया तो डिस्काउंट दे सकते हैं ना? बिल्कुल डिस्काउंट देंगे सर. आपका रेफरेंस देगा तो जरूर डिस्काउंट देंगे. इनोवा वगैरह काफ़ी मिल जाएगा ना आपके पास? सब इनोवा हर तरह का कार होता है हमारे पास. हाँ, लग्जरी में भी और मिड सेगमेंट में भी सारा कार होता है. ठीक है. ഓറ കാറിൻ്റെ ഡീലർഷിപ്പിലുള്ള കുറച്ച് കാറുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. डिजायर ഉണ്ട്. അതുപോലെ തന്നെ ഇത് 2000 भैया ये कौन सा मॉडल है? XUV 2015 मॉडल. XUV 2015 मॉडലാണ്. only 35,000 kilometers run, single owner. Okay. And full insurance, all original car. And brand new car. और इसका आप आस्किंग प्राइस क्या है? इसका 725. 7,25,000 രൂപയാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. इसका कितना किलोमीटर डन है? Only 35,000. 35,000. ഓക്കെ. ആൻഡ് ഇന്നോവ 2013 model. 2013 മോഡൽ ഇന്നോവയാണ് ഈ കിടക്കുന്നത്. 80,000 kilometers done. 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. Single owner car. സിംഗിൾ ഓണറാണ് വണ്ടി. ഇതിൻ്റെ റെക്കോർഡൊക്കെ നമുക്ക് എന്താ ടൊയോട്ടയുടെ ഷോറൂമിൽ പരിശോധിക്കാം എത്ര കിലോമീറ്റർ ഓടിയതാണെന്നുള്ളത്. കിലോമീറ്ററിൽ യാതൊരു ടാമ്പേഡോ അങ്ങനെയൊന്നുള്ള ഒരു പരിപാടി ഇവർ ചെയ്യില്ല. കാരണം നമ്മൾ എടുത്ത വണ്ടിയുടെ നമ്മളിതിൻ്റെ റെക്കോർഡ്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഗാലക്സി ടൊയോട്ടയിൽ. അപ്പം കിലോമീറ്ററൊക്കെ ഡൺ ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. अच्छा, इसका ये गाड़ी का रेट थोड़ा बता दीजिए. 750. 2013 മോഡലാണ്. 750 ആണ് ചോദിക്കുന്നത്. ഇതിലും അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു ബൊലീറോ കിടപ്പുണ്ട്. ബൊലീറോ का क्या रेट है? बोलेरो ये सर 450 का है. 2013 4,50,000 ആണ് ചോദിക്കുന്നത്. 2013 है. SLE मॉडल है. 2013 ആണ് SLE വേരിയൻറ്റ്. रिकॉर्ड चला हुआ है. 60,000 ഓടിയാണ് വിത്ത് സർവീസ് റെക്കോർഡ്. ഞാൻ നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം, കണ്ടോളൂ. ഷോറൂം കണ്ടീഷനാണ്. സ്ക്രാച്ച്ലെസ് കാറാണ്.
बढ़िया डिस्काउंट दे देना हमारे ब्लॉग का थ्रू अगर कोई आ गया बिल्कुल बिल्कुल सर बिल्कुल താങ്ക് യു വെരി മച്ച്. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഇന്നോവയുടെ ഡെലിവറി എടുത്തു കഴിഞ്ഞു. ഡെലിവറി എടുത്തിട്ട് നമ്മളിപ്പം കരോൾ ബാഗിൽ തന്നെയാണുള്ളത്. കരോൾ ബാഗിലെ ഒരു പ്രശസ്തമായ എന്താ പറയുന്ന ഒരു ആക്സസറീസിൻ്റെ ഷോപ്പിലാണുള്ളത്. അതിൻ്റെ പേര് നിങ്ങൾക്ക് ഞാൻ ഷോപ്പ് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു വലിയ ഷോപ്പാണ്, വലിയ പ്രശസ്തമായ ഷോപ്പാണ്. കണ്ടില്ലേ, സുക്രാൽ. ഇവിടെ നമുക്ക് എല്ലാ ആക്സസറീസും നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന പണി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സീറ്റ് കവർ ഇടണം, ലെതർ സീറ്റ് കവർ, അതുപോലെ തന്നെ ഡോർ ഗാർണിഷ്. നമ്മൾ ക്രോം ഡോർ ഗാർണിഷ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ നമ്മൾ റെയിൻ ഗാർഡ് ഓൾറെഡി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ അലോയ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ വരും. അതുകൂടാതെ നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈ റിയർ വ്യൂ മിററിൻ്റെ ക്രോം ഫിനിഷിങ്ങിലുള്ള കവർ വിത്ത് ഇൻഡിക്കേറ്റർ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വില എന്താണെന്ന് നമുക്ക് ഷോപ്പിൻ്റെ ഓണറിനോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളിപ്പം കരോൾ ബാഗിലെ സുക്രാൽ കാർ ആക്സസറീസിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില നമുക്ക് ഇവിടുത്തെ ഷോപ്പ് ഓണറിനോട് ഒന്ന് ചോദിക്കാം. विक्रम भैया थोड़ा बता दीजिए, जो सामान मैंने ऑर्डर किया था उसका रेट थोड़ा बता दीजिए मेरे को. किस चीज़ का आइटम? जो सीट कवर है. सीट कवर है सर आपका कॉस्टिंग 6,500. प्रॉपर बकेट फिटिंग 1 year रिप्लेसमेंट गारंटी. हाँ ഓക്കെ. നമ്മൾ ഒരു സീറ്റ് കവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 6,500 ആണ് അതിൻ്റെ റേറ്റ്. പ്രോപ്പർ ബക്കറ്റ് ഫിറ്റിംഗ് ആണ് അതിന് ചെയ്യുന്നത്. और उसके अलावा भैया जो क्रोम फिनिश जो हमारा डोर बीडिंग आपने लगवाया था, दैट इज स्टेनलेस स्टील, सेम 1 year रिप्लेसमेंट गारंटी. ओके. उसका प्राइस क्या है भैया? 900 rupees only. 900 രൂപയാണ് ഡോർ ഗാർണിഷ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 8 പീസാണ് അതിനുള്ളത്. ഡോറിൽ അതുപോലെ ബാക്ക് സൈഡിൽ എല്ലാം അത് ഫിറ്റ് ചെയ്യും. അതിന് ഏകദേശം 900 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ സൈഡ് മിററിന് നമ്മളൊരു കവർ, അതായത് വിത്ത് ഇൻഡിക്കേറ്ററോട് കൂടി ഒരു ക്രോം ഫിനിഷോട് കൂടി ഒരു കവർ. भैया वो क्रोम कवर है ना, इंडिकेटर वगैरह वो होते हैं उसमें 2000 rupees पेयर. अच्छा 2000 रुपीज़ का है. 2000 രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അലോയ് कितने का बोला था भैया? 24,000 सेट ऑफ 4 पीस. सेट ऑफ 4 पीस अलोई 24,000 ആണ് ചാർജ് ചെയ്യുന്നത്. उसका साइज क्या था भैया? 15 inches. 15 inches. 15 ഇഞ്ചിൻ്റെ അലോയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ ഇന്നോവയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് 24,000 രൂപയാണ്. നാട്ടിൽ എനിക്കറിയില്ല ഈ ഒരു റേറ്റിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഏകദേശം 30 to 40യുടെ എന്താ പറയുന്നത് ആ ഒരു റേഞ്ചിൽ നാട്ടിൽ നമുക്ക് അലോയ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പം റേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.